വയനാട്ടിലെ ചൂരൽമല ദുരന്തവുമായി ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയെന്ന് മന്ത്രി കെ രാജൻ. വയനാട്ടിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് സത്യമെന്ത് എന്നറിയാം. കേരളം കേന്ദ്രത്തിന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. വിവരങ്ങൾ വിജിൻ നൽകും. വിജുൻ, ഇത്തരത്തിൽ വയനാട്ടിലെ ചൂരൽമല ദുരന്തവുമായി ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയെന്നാണ് മന്ത്രി അടക്കം പറയുന്നത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? മഹാദുരന്തത്തിൽ നിന്ന് വയനാട്ടിലെ ചൂരൽമലയെയും മുണ്ടക്കയെയും വീണ്ടെടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും നിലവിൽ ഇതുവരെയും ഒരു പൈസ പോലും നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഒക്കെ കേന്ദ്രം സംസ്ഥാന വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതിനിടയിലും സംസ്ഥാന സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ ടൗൺഷിപ്പ് ഉൾപ്പെടെ നിർമ്മിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്ത്, അതുപോലെ തന്നെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പണമുണ്ട്, കേന്ദ്ര സർക്കാർ നൽകുന്ന പണമെന്നും കേരളം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ വിവാദ പ്രസ്താവന. ആവശ്യത്തിനുള്ള തുക കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ദുരന്ത പ്രതിരോധത്തിനുള്ളതുണ്ട്, ദുരന്ത നിവാരണത്തിനുള്ളതുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാൻ ഓരോ പണത്തിൻ്റെ ദൗർലഭ്യവുമില്ലാതെ ചെലവഴിക്കാനുള്ള കാശ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും സംസ്ഥാനം അതിൻ്റെ കൃത്യമായ കടമ നിറവേറ്റിക്കൊണ്ട് വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുക, വയനാടിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കൃത്യമായ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പുനരധിവാസ പ്രവർത്തനം ഉൾപ്പെടെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. നേരത്തെ പ്രളയത്തിന് സമാനമായ രീതിയിൽ സംസ്ഥാനം ആവശ്യപ്പെടുന്ന പണമൊന്നും സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകാതിരിക്കുകയും ഏകദേശം 2019 കണ്ടതുപോലെ, പ്രളയത്തിൽ കണ്ടതുപോലെ സംസ്ഥാനം ആവശ്യപ്പെട്ട 2100 കോടി പൂർണ്ണമായും നൽകാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കേരളം പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളം നൽകിയ മെമ്മോറാണ്ടത്തിൽ പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുണ്ട്. മെമ്മോറാണ്ടം സമർപ്പിച്ചാൽ അതിൽ പണം സംസ്ഥാനത്തിന് നൽകുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുണ്ടക്കയിലും ചൂരൽമലയിലും എത്തി ദുരന്തം കൃത്യമായി കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴുമുള്ളത്.